വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹോട്ടൽ രുചിയിലൊക്കെ കിട്ടുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കുക്കർ ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചപ്പാത്തി, നാൻ, പൊറോട്ട, അപ്പം, ഇടിയപ്പം എന്നിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ബീഫാണ് കേട്ടോ. എല്ലില്ലാത്ത ബീഫാണ്. അപ്പം നമ്മളെപ്പോഴും ബീഫ് കറി തയ്യാറാക്കുമ്പം കുറച്ച് നെയ്യോടുകൂടി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നാട്ടിലത്തെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പം നമുക്കിത് നമ്മൾ 3/4 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 വലിയ തക്കാളി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 3 പച്ചമുളക്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കറുവപ്പട്ട, 2 കറയാമ്പ്, 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സ്ലൈസായിട്ടാണ് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത്. സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ സവാളയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2ഓ 3ഓ എടുക്കാം വേണമെങ്കിൽ. ചെറുതാണെങ്കിൽ 3 എടുക്കാം, വലുതാണെങ്കിൽ 2 എടുക്കാം. ഇനി അതിൻ്റെ ഒരു ചെറിയൊരു വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, നന്നായിട്ട് വാടി കിട്ടുകയില്ല. ഇപ്പോൾ അതേ ഒരുവിധമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും നമ്മുടെ സവാള. അപ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. ഈ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും 2 വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയൊരു സ്മാഷ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടും. അപ്പോൾ ദേ 2-3 മിനിറ്റ് തുറന്നപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല സ്മാഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടത്. ഇനി കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. മീറ്റ് മസാല ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ മസാലയായിട്ട് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും. പച്ചമുളകിനും അതുപോലെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് കുറച്ചെടുക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വെള്ളമൊക്കെ എല്ലാം പോയതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ വെള്ളം ഒന്നും അധികം ഒഴിക്കാതെ 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ചൂടുവെള്ളമാണ്. തീർച്ചയായിട്ടും ചൂടുവെള്ളം ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടോ, 1/4 കപ്പ് ഞാൻ മാറ്റി വെക്കുകയാണ്. 3/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മളുടെ എന്താ പറയുക, ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, കാരണം ബീഫിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടും ഇതൊന്ന് നമുക്ക് മൂടി കൊണ്ട് അടച്ച് കുക്കറിൻ്റെ അടച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം, കാരണം ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതിയോ ഒന്ന് നോക്കുക. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 6 വിസിൽ വരുന്നവരെ, അപ്പോൾ 2 വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ വേവ് നമ്മൾ ഓരോ കുക്കറിൻ്റെയും അതുപോലെ ബീഫിൻ്റെയും വേവ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കുക്കറിൻ്റെ അളവും ബീഫിൻ്റെ വേവൊക്കെ അനുസരിച്ച് അതനുസരിച്ച് ചെയ്യാം. ഞാനിതൊരു 6 വിസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ
ഇതിലേക്കൊരു വറവ് വറുത്തിടണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് തേങ്ങാക്കൊത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴാണ് ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉള്ളി, സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഉള്ളി ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. എനിക്കിപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള സ്ലൈസായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നത്. ഒരു അര സവാളയിലും മതി. ഇനി നമുക്ക് സവാള ഒന്ന് ഒരുവിധം വാടി വരുമ്പോൾ അതിലേക്ക് വേപ്പില കൂടി ഇടുക. വേപ്പില ആദ്യം ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിത് നമ്മളുടെ കുറച്ച് കറിവേപ്പില കൂടുതലിടുമ്പം അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമ്മളുടെ വിസിലെല്ലാം പോയി, കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ടോ, ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൻ്റെയും ബീഫിൻ്റെയും വേവനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ 6 വിസിൽ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതലെടുക്കുക. അഥവാ വേവ് അധികം ഇല്ലായെങ്കിൽ അതിൽ കുറവെടുത്താലും മതി. അപ്പോൾ ഞാനിത് ഒന്ന് നോക്കിയിരുന്നു, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വറവിലേക്ക് നമ്മളുടെ ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതിൽ ഈ ഒരു വറവിൽ കിടന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം ആ ഒരു ടേസ്റ്റും ഇതിൽ നമ്മളുടെ താളിച്ച് വെച്ചിരിക്കുന്ന ടേസ്റ്റ് ഈ ഒരു ബീഫിലേക്ക് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഈ മൂടി കൊണ്ട് ഒരു 2-3 മിനിറ്റ് കൂടി മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. 2-3 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയെന്ന് ഒരു 5 മിനിറ്റ് മതി. കാരണം ഓൾറെഡി നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് എൻ്റെ ബീഫ്. അപ്പം അഥവാ നിങ്ങളുടെ ബീഫ് ഒന്നും കൂടി വേകാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതേ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഗ്രേവി വേണ്ട എങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഗ്രേവിയുടെ അതനുസരിച്ച് ഇത്രയും വേണ്ട എങ്കിൽ ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഇരിക്കുന്നവർ ഒന്നും കൂടി ഒന്ന് ഗ്രേവി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ എപ്പോഴാണോ നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി പെർഫെക്റ്റ് പരുവായിട്ടുണ്ട്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറും ആ ഒരു രുചിയും തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ഇങ്ങനെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയാണ് നമ്മളിത് കഴിക്കുന്നത്. ചപ്പാത്തി, നാൻ, പൊറോട്ട, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.